എല്ലാവർക്കും വാസ്തുശാസ്ത്രത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ഏറ്റവും അധികം ചെലവഴിക്കുന്നത്, ഏറ്റവും അധികം നമ്മൾ വിശ്രമിക്കുന്നത് നമ്മുടെ ബെഡ്റൂമിലായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അധികം മനുഷ്യന് ഒരിക്കലും നമുക്ക് ഏറ്റവും അധികം മതിയാവാത്തതായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും നമുക്ക് വിശ്രമം അല്ലെങ്കിൽ ഉറക്കം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബെഡ്റൂമിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. വലിയ പ്രാധാന്യം ആ ബെഡ്റൂമിന് അതിൻ്റെ വലിപ്പത്തിലായാലും അതിൻ്റെ ഡെക്കറേഷനിലായാലും എല്ലാ തരത്തിലും മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയും. മാസ്റ്റർ ബെഡ്റൂമിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പരമ്പരാഗതമായിട്ട് അറിയാം, ഇതൊരു പൊതുവായിട്ടുള്ളൊരു അറിവാണ്. ഒരു കന്നിമൂല എന്ന് പറഞ്ഞ ഭാഗം, കന്നിമൂലയിൽ, വീടിൻ്റെ കന്നിമൂലയിൽ ആണ് മാസ്റ്റർ ബെഡ്റൂം സാധാരണ വരാറ്. അവിടെ തന്നെ ആയിരിക്കും സാധാരണ എല്ലാവരും അവിടെ തന്നെ ആയിരിക്കും കൊടുക്കാറ്. ഇപ്പോഴത്തെ കാലത്ത് അതിലൊന്നും വലിയ പ്രാധാന്യം പലരും കണ്ടുവരുന്നില്ലെങ്കിലും ഇപ്പോഴും അതിന് വലിയ പ്രാധാന്യമുണ്ട്. വാസ്തുശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അടുക്കള പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം. എന്തുകൊണ്ടാണ് ബെഡ്റൂം നമുക്ക് കന്നിമൂലയിൽ തന്നെ സ്ഥാപിക്കണം അല്ലെങ്കിൽ അവിടെ അറേഞ്ച് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഈ വാസ്തു സംബന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളും, ദൈവിക സംബന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മളെ അറിവ്, നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കാതെ നമ്മളത് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അതിൽ ചെയ്യുകയാണ് സാധാരണയായി പരമ്പരാഗതമായിട്ട് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അതിലുള്ളൊരു അപകടം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പകർന്നു തരുന്ന അറിവ് ശരിയായിട്ടല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും അതിന് നേരെ വിപരീതമായിട്ടുള്ള ഗുണമാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ അറിവുകളും, പുതിയ അറിവുകളായാലും പഴയ അറിവുകളായാലും നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം നമ്മളിൽ ഉദിക്കുകയും അതിനെക്കുറിച്ച് നമ്മളൊരു അറിവ് നേടുകയും ചെയ്താൽ നമുക്ക് പിൽക്കാലത്ത് പിന്നീട് അതിനെക്കുറിച്ച് മറ്റൊരു ദുഃഖത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മാസ്റ്റർ ബെഡ്റൂം നമ്മൾ കന്നിമൂലയിൽ കൊണ്ട് സ്ഥാപിക്കുന്നത്? അതായത് മുൻപേ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും അധികം ചിലവഴിക്കുന്നത്, ഏറ്റവും അധികം കൂടുതൽ വിശ്രമിക്കുന്നത്, ഉപയോഗിക്കുന്നത് ബെഡ്റൂമാണ്. അപ്പോൾ കൂടുതൽ സമയം നമ്മൾ അവിടെ കിടക്കുകയാണ്. കൂടുതൽ സമയം കിടക്കുകയും മാത്രമല്ല, നമ്മൾ റീഫ്രഷ് ചെയ്യാൻ വേണ്ടി, നമ്മളെല്ലാ ക്ഷീണവും മാറാൻ വേണ്ടിയിട്ടും, നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും, എല്ലാ തരത്തിലും നമ്മുടെ ജീവിതം തുടങ്ങുന്നതും നമ്മുടെ ജീവിതം ഒരു ദിവസത്തെ ജീവിതം അവസാനിക്കുന്നതൊക്കെ ഈ ബെഡ്റൂമിനെ കേന്ദ്രീകരിച്ചാണ്. അപ്പം അതുകൊണ്ട് നമ്മളും കുടുംബസ്ഥനും മക്കളും എല്ലാവരും ഒരുമിച്ച് കഴിയുന്ന ഒരു സ്ഥലം തന്നെയാണ് ബെഡ്റൂം. അപ്പം അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം കൊടുക്കും. അത്രയധികം പ്രാധാന്യം കൊടുത്തേ പറ്റുകയുള്ളൂ. കാരണം മറ്റു അടുക്കള, അതുപോലെ സിറ്റ് ഔട്ട്, ബാത്റൂം, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളൊരു ദിവസം ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ നമ്മൾ ഏറ്റവും അധികം സമയം നമ്മുടെ ജീവൻ ശരിക്കും അവിടെ സമർപ്പിക്കുകയാണ്. നമ്മൾ ജീവനും ശരീരവും എല്ലാം സമർപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും നമ്മളെ ബെഡ്റൂം. അപ്പോൾ ആ ബെഡ്റൂമിന് അത്രയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കണ്ടേ എന്നുള്ളത് ചോദിച്ചാൽ തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഗൃഹനാഥയും കിടക്കുന്ന സ്ഥലമാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് കന്നിമൂലയിൽ എന്നുള്ള ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. ആ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടിസ്ഥാനപരമായിട്ട് വാസ്തുശാസ്ത്രത്തിൽ നമ്മളൊരു പ്ലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ, ഒരു പ്ലോട്ടിൽ അല്ലെങ്കിൽ നമ്മളൊരു വീട് തിരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിനെ 4 ഭാഗമാക്കി തിരിച്ചാൽ, കുറുകയും അതുപോലെ നെടുകയുമായിട്ട് വരച്ചു കഴിഞ്ഞാൽ 4 ഭാഗങ്ങളായിട്ടാണ് നമുക്കതിനെ കിട്ടുക. ഈ 4 ഭാഗങ്ങൾക്ക് 4 സ്ഥാനങ്ങളാണ് കൽപ്പിച്ചിട്ടുള്ളത് വാസ്തുശാസ്ത്രത്തിൽ. അത് ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ ദേവഗണ്ഡം, അസുരഗണ്ഡം, മനുഷ്യഗണ്ഡം, യമഗണ്ഡം, ഇങ്ങനെ 4 ഗണ്ഡങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഗണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ ഏരിയകൾ, അതുപോലെ കോണ്ടിനെൻറ്റിലൊക്കെ പറയുന്ന പോലെ ഏരിയകൾ, 4 ഏരിയകളാക്കി നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഈ 4 പേരുകളിലാണ് അറിയപ്പെടുക. അപ്പോൾ ദേവഗണ്ഡം എന്ന് പറയുന്ന ഭാഗം തെക്ക് പടിഞ്ഞാറ് ആ ഭാഗമായിരിക്കും ദേവഗണ്ഡം എന്ന് പറയുന്നത്. അസുരഗണ്ഡം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗം, അതായത് വായുകോണ് ആയിരിക്കും അസുരഗണ്ഡം. ദേവഗണ്ഡം നിര്യാതി കോണിൽ അടങ്ങിയതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ മനുഷ്യഗണ്ഡം എന്ന് പറയുന്നത്
വടക്ക് കിഴക്ക് ഭാഗം, അതായത് ഈശാന കോണുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം. അതുപോലെ യമകണ്ഠം എന്ന് പറയുന്നത് പിന്നെ തെക്ക് കിഴക്ക് ഭാഗം, അതായത് അഗ്നി കോണ്, ആ ഭാഗം ഉൾപ്പെട്ട ഭാഗത്തിനാണ്. ഇങ്ങനെ 4 ഖണ്ഡങ്ങളാക്കി തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കന്നിമൂല എന്ന് പറയുന്ന ആ ഭാഗം വരിക, നമ്മളെ വീടിൻ്റെ കന്നിമൂലയും വരിക തീർച്ചയായിട്ടും ദേവഖണ്ഡത്തിലായിരിക്കും. പിന്നെ പറയാനില്ലല്ലോ, കാരണം നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ സമർപ്പിക്കുന്നത് നമ്മുടെ ജീവനും നമ്മുടെ ശരീരവും എവിടെയാണ് സമർപ്പിക്കുന്നത്? ഒരു ദിവസം മുഴുവൻ 8 മണിക്കൂറിലേറെ നമ്മൾ കിടന്നുറങ്ങുന്നൊരു സ്ഥാനമാണ്. ആ സ്ഥാനം ദേവഖണ്ഡത്തിലാണ് കിടക്കുന്നത് എന്നുള്ളതിൻ്റെ വലിയൊരു മഹത്വം. ആ ദേവഖണ്ഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈശ്വരാധീനം, നമ്മുടെ ദേവന്മാർ നമ്മളെ സംരക്ഷിക്കട്ടെ എന്നുള്ള സങ്കല്പത്തോടു കൂടി, അല്ലെങ്കിൽ അത്രയും പവിത്രമായ ഒരു സങ്കല്പത്തോടു കൂടിയുള്ള ഒരു ഏരിയയാക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം വരുന്ന കന്നിമൂല. തീർച്ചയായിട്ടും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ദേവഖണ്ഡത്തിലാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം പറയേണ്ടതില്ലല്ലോ, മറ്റുള്ള ഏരിയയെക്കാട്ടിലും പറയേണ്ടതില്ലല്ലോ എന്ന് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. കാരണം നമ്മുടെ ഈ പ്ലോട്ട് എല്ലാ ഭാഗവും പരിശുദ്ധമാണെങ്കിലും, എല്ലാ ഭാഗവും നമുക്ക് പ്രിയപ്പെട്ടതാണെങ്കിലും, ഭൂമി ഒന്നേ ഉള്ളൂ എങ്കിലും, പക്ഷെ നമ്മൾ ഓരോ ശാസ്ത്രപ്രകാരം പ്രകൃതിയുടെ, അതുപോലെ സൂര്യപ്രകാശത്തിൻ്റെ, അതുപോലെ നമ്മളെ പ്രകൃതിയിലുള്ള വായു, ജലം, അഗ്നി, ആകാശം, ഇത്തരത്തിലുള്ളൊക്കെ പഞ്ചഭൂതങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി നിരീക്ഷിക്കുകയാണെങ്കിൽ ആ രീതിയിലാണ് നമുക്ക് അതിൻ്റെ ബലാബലം അനുസരിച്ചാണ് ഈ പ്ലോട്ടിന് നമ്മൾ 4 ഭാഗമാക്കി തിരിക്കുന്നത്, ഈ ഖണ്ഡങ്ങളാക്കി തിരിക്കുന്നത്. അങ്ങനെ ആ ഖണ്ഡങ്ങളിൽ വരുന്ന ഏറ്റവും ദേവഖണ്ഡത്തിൽ വരുന്ന ഭാഗമാണ് കന്നിമൂല. അപ്പോൾ ആ കന്നിമൂലയിൽ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം സ്ഥാപിക്കുക തീർച്ചയായിട്ടും നമുക്കൊരു അനുകൂലമായിട്ടും ദൈവികമായിട്ടും നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു ഊർജം തന്നെയാണ് അവിടെ ഉണ്ടാകുക. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂവണിയുന്ന ഒരു സ്ഥലം തന്നെയാണത്. എല്ലാ തരത്തിലും നമുക്ക് എനർജിയും ശക്തിയും ഒക്കെ നമുക്ക് കിട്ടുന്നത് അവിടെയാണ്. മാത്രമല്ല ഈശാന കോണിൽ അല്ലെങ്കിൽ നമ്മളെ കിഴക്ക് ഭാഗത്തു നിന്ന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ സൂര്യപ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രാണവായുവിൻ്റെ ഒക്കെ ശക്തി പോയി കേന്ദ്രീകരിക്കുന്ന സ്ഥലം തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ കന്നിമൂല എന്ന് പറയുന്ന ആ ബെഡ്റൂമിൽ. അതായത് നമുക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് നമ്മളെ സൂര്യപ്രകാശം വന്ന് തറയ്ക്കുന്നത്, അവസാനം ആ ഊർജം അതുപോലെ നമ്മുടെ ആ ഒരു സൂത്രത്തിലൂടെ വരുന്ന ആ വായു എല്ലാം നേരെ പോയി എത്തിക്കറങ്ങുന്ന ഒരു സ്ഥലം, അതായത് ഈശാന കോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ആ ചുമരിൻ്റെ ആ മൂലയിലാണ് നമ്മൾ ആ ശക്തി മുഴുവൻ പോയി കറങ്ങുന്നത്. അപ്പോൾ ആ വരുന്ന മുഴുവൻ ശക്തി എനർജിയും ഏറ്റവും കൂടുതൽ അധികം പ്രതിഫലിക്കുന്നത്, ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് നിൽക്കുന്നത് നമ്മൾ ആ കന്നിമൂല ഭാഗത്തായിരിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, പ്രധാന കിടപ്പറ, നമ്മളെ കുട്ടികൾക്കായാലും നമുക്ക് പിന്നെ ദമ്പതികൾക്കായാലും ആ റൂം ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും നല്ലതായിട്ടെന്ന് പറയുന്നു. മാത്രമല്ല ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഉള്ള മറ്റു റൂമുകളുണ്ടായിരിക്കും. ഇപ്പോൾ അടുക്കളയായാലും സിറ്റ് ഔട്ട് ആയാലും ലിവിങ് റൂം, അതുപോലെ റൂമുകൾ ഉണ്ടായിരിക്കും. ആ റൂമുകളെക്കാട്ടിലും കുറച്ച് വലുപ്പം കൂടുതലുള്ളതായിരിക്കണം എന്ന് നിർബന്ധമുള്ളൊരു ഭാഗം കൂടിയാണ് മാസ്റ്റർ ബെഡ്റൂം. അതായത് മാസ്റ്ററാണ്, അത് ബെഡ്റൂമിൽ മാസ്റ്റർ. അപ്പോൾ തീർച്ചയായിട്ടും ബെഡ്റൂമിൽ മാസ്റ്റർ ആരാണ്? കന്നിമൂലയിൽ നമ്മളെ മാസ്റ്റർ ബെഡ്റൂം ദമ്പതികൾ കിടക്കുന്നത്. അപ്പോൾ അതിന് വീട്ടിലുള്ള മറ്റു റൂമുകളെക്കാട്ടിലും കൂടുതൽ വലിപ്പം അതിന് ഉണ്ടായിരിക്കണം എന്നുള്ളതും നിർബന്ധമാണ്. അത് നമ്മൾ ആ വീട് പണിയുമ്പോൾ തന്നെ അതിൻ്റെ അളവിൽ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ്. എന്തായാലും ഇതൊക്കെ നമുക്ക് വീട് പണിയുന്നതിന് മുമ്പേ കിട്ടേണ്ട ഒരു അറിവാണ് എന്നുള്ളതാണ് ഇതിന് വലിയൊരു യാഥാർത്ഥ്യം കിടക്കുന്നത്. കാരണം പിന്നീട് നമുക്കൊരിക്കലും അതിനെക്കുറിച്ച് മാറ്റാനോ തിരുത്താനോ നമുക്ക് സാധ്യമല്ലാത്ത ചില മേഖലകളും നമ്മുടെ വീട് നിർമ്മാണത്തിലുണ്ട്. മറ്റു പല കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റം വരുത്താമെങ്കിൽ ചില കാര്യങ്ങളൊന്നും നമുക്ക് വലിപ്പം കുറയ്ക്കാനോ കൂട്ടാനുള്ള സാഹചര്യമൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് മാസ്റ്റർ ബെഡ്റൂമിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. മാസ്റ്റർ ബെഡ്റൂമിനെ വൃത്തിയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും ചിട്ടയോടുകൂടിയും അവിടെ ഉപയോഗിച്ച് അതിൻ്റെ കൂടുതൽ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.